നിങ്ങളിപ്പോൾ സാത്താൻ്റെ ഒരു കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണെങ്കിൽ, അതും നിങ്ങളത് തിരിച്ചറിയാതെ ജീവിക്കുകയാണെങ്കിൽ, സാത്താൻ എല്ലായ്പ്പോഴും ഭയപ്പെടുത്തുന്ന രൂപത്തിൽ വരണമെന്നില്ല. പലപ്പോഴും അവൻ വരുന്നത് നല്ലതായി തോന്നുന്ന ചിന്തകളിലൂടെയും വികാരങ്ങളിലൂടെയും ചെറിയ വിട്ടുവീഴ്ചകളിലൂടെയുമാണ്. നാം അറിയുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ കെണിയിൽ അകപ്പെടുകയും ദൈവത്തിൽ നിന്ന് അകലാൻ തുടങ്ങുകയും ചെയ്യും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിശ്വാസികളുടെ ആത്മീയ ജീവിതത്തെ തകർക്കാൻ സാത്താൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 5 അപകടകരമായ കെണികളെയാണ്. യേശു പറഞ്ഞിട്ടുണ്ട്, ജാഗരൂകരായിരിപ്പിൻ, പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പിൻ. എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്? കാരണം നമ്മുടെ ശത്രു ഉറങ്ങുന്നില്ല. അവൻ രാവും പകലും നമ്മുടെ ആത്മാവിനെ ദൈവത്തിൽ നിന്ന് അകറ്റാനുള്ള വഴികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാത്താൻ്റെ ഏറ്റവും അപകടകരമായ ആ 5 കെണികൾ ഏതൊക്കെയാണ്? സാത്താൻ്റെ ആദ്യത്തെ കെണി അഹങ്കാരമാണ്. സ്വർഗത്തിൽ നിന്ന് സാത്താനെ വീഴ്ത്തിയത് അഹങ്കാരമായിരുന്നു. എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല, എനിക്ക് ദൈവത്തെ പോലും ആവശ്യമില്ല. ഇത്തരത്തിലുള്ള ചിന്തകൾ പതുക്കെ മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കുന്നു. നമ്മുടെ കഴിവുകളും വിജയങ്ങളും സമ്പത്തും എല്ലാം ദൈവത്തിൻ്റെ ദാനങ്ങളാണെന്ന് മറക്കുമ്പോൾ അഹങ്കാരം ഹൃദയത്തിൽ വളരാൻ തുടങ്ങും. അഹങ്കാരം വളരുമ്പോൾ പ്രാർത്ഥന കുറയും. പ്രാർത്ഥന കുറയുമ്പോൾ ദൈവവുമായുള്ള ബന്ധവും ദുർബലമാകും. അതുകൊണ്ട് വിനയം അഭ്യസിക്കുക. വിനയമുള്ള ഹൃദയത്തെയാണ് ദൈവം ഉയർത്തുന്നത്. രണ്ടാമത്തെ കെണി നിരാശയാണ്. എൻ്റെ ജീവിതം ഇനി ഒരിക്കലും മാറില്ല, ദൈവം എന്നെ ഉപേക്ഷിച്ചു, എനിക്ക് ഇനി പ്രതീക്ഷയില്ല. ഇത്തരം ചിന്തകൾ സാത്താൻ്റെ ശക്തമായ ആയുധങ്ങളാണ്. കാരണം പ്രതീക്ഷ നഷ്ടപ്പെട്ട മനുഷ്യൻ പോരാടുന്നത് നിർത്തും. എന്നാൽ ദൈവം ഒരിക്കലും തൻ്റെ മക്കളെ ഉപേക്ഷിക്കില്ല. ഇരുണ്ട രാത്രിക്ക് ശേഷം പ്രഭാതം വരുന്നത് പോലെ പരീക്ഷണങ്ങൾക്ക് ശേഷവും ദൈവത്തിൻ്റെ അനുഗ്രഹം വരും. ഇന്ന് നിങ്ങൾ എത്ര വലിയ പ്രശ്നത്തിലാണെങ്കിലും പ്രതീക്ഷ കൈവിടരുത്. ദൈവം ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ കെണി ഭയമാണ്. ഭയം മനുഷ്യനെ ബന്ധനത്തിലാക്കുന്നു. നാളെ എന്താകും? എൻ്റെ കുടുംബത്തിന് എന്ത് സംഭവിക്കും? എൻ്റെ ആരോഗ്യത്തിന് എന്ത് സംഭവിക്കും? ഇങ്ങനെ ഭയങ്ങൾ മനസ്സിനെ കീഴടക്കുമ്പോൾ വിശ്വാസം ക്ഷയിക്കുന്നു. പക്ഷേ തിരുവചനം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരിക്കുമ്പോൾ നമുക്ക് എന്തിന് ഭയം? ഭയം വരുമ്പോൾ പ്രശ്നങ്ങളെ നോക്കരുത്, ദൈവത്തിൻ്റെ ശക്തിയെ നോക്കുക. നാലാമത്തെ കെണി ക്ഷമിക്കാതിരിക്കുന്ന മനോഭാവമാണ്. ആരെങ്കിലും നമ്മെ വേദനിപ്പിക്കുമ്പോൾ അവരുടെ ദേഷ്യവും വെറുപ്പും സൂക്ഷിക്കാൻ എളുപ്പമാണ്. പക്ഷേ ക്ഷമിക്കാത്ത ഹൃദയം ഒരു ജയിലാണ്. അത് മറ്റുള്ളവരെക്കാൾ കൂടുതൽ നമ്മെ തന്നെയാണ് വേദനിപ്പിക്കുന്നത്. സാത്താൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയം വെറുപ്പും വിദ്വേഷവും കൊണ്ട് നിറയാനാണ്. എന്നാൽ യേശു നമ്മെ പഠിപ്പിച്ചത് ക്ഷമയുടെ വഴിയാണ്. ക്ഷമിക്കുന്നത് ബലഹീനതയല്ല, അത് ആത്മീയ ശക്തിയുടെ അടയാളമാണ്. ക്ഷമിക്കുന്ന ഹൃദയത്തിലാണ് യഥാർത്ഥ സമാധാനം വസിക്കുന്നത്. അഞ്ചാമത്തെയും ഏറ്റവും അപകടകരവുമായ കെണി ദൈവത്തിൽ നിന്ന് അകലുന്നതാണ്. ഇത് ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. ആദ്യം പ്രാർത്ഥന കുറയും, പിന്നെ തിരുവചനം വായിക്കുന്നത് കുറയും, അതിനുശേഷം ദൈവകാര്യങ്ങളോടുള്ള താല്പര്യം നഷ്ടപ്പെടും. ക്രമേണ ബന്ധം തണുക്കും. ഇതുതന്നെയാണ് സാത്താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. കാരണം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിശ്വാസിയെ തോൽപ്പിക്കുക പ്രയാസമാണ്. അതുകൊണ്ട് ദിവസവും പ്രാർത്ഥിക്കുക, തിരുവചനം വായിക്കുക, കൂദാശകളിൽ പങ്കെടുക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. അഹങ്കാരം, നിരാശ, ഭയം, ക്ഷമിക്കാതിരിക്കൽ, ദൈവത്തിൽ നിന്ന് അകന്ന ജീവിതം, ഇവയാണ് സാത്താൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 5 അപകടകരമായ കെണികൾ. ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നു തന്നെ ദൈവത്തിലേക്ക് മടങ്ങുക. കാരണം യേശുക്രിസ്തു ഇന്നും നിങ്ങളെ സ്നേഹിക്കുന്നു, ഇന്നും നിങ്ങളെ വിളിക്കുന്നു, ഇന്നും നിങ്ങളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ ഈ 5 കെണികളിൽ ഏതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ വെല്ലുവിളിക്കുന്നതെന്ന് കമൻസിൽ എഴുതുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ.